ഹലോ ഗൈസ്, നമസ്കാരം. MRC തൊപ്പിയുടേതെന്ന് പറയുന്ന ഒരു മൃതദേഹം ഒരു കുളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ. ഇത് AI ആണെന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. 90% AI സാധ്യത. ഇങ്ങനൊരു സാധനം വന്നിട്ട് ഇതിട്ടിട്ട് പോലീസ് ഓൾറെഡി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ യൂട്യൂബിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസൊക്കെ ന്യൂഡ് വീഡിയോസൊക്കെ ഇട്ടതിന് ഓൾറെഡി കേസ് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ അതിന് പുറമെ 2-3 പൊതു താല്പര്യം ഒരു അഡ്വക്കേറ്റ് ശ്രീജിത്ത് കൊടുത്തത്, വേറൊരാൾ കൊടുത്തത്, അങ്ങനെ 2-3 കേസുകളായിട്ട് നിഹാദ് എന്ന തൊപ്പിക്കെതിരെ അലിഗേഷൻസ് ഓൾറെഡി പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഇയാൾ ആദ്യം വിളിപ്പിച്ചപ്പോൾ അസുഖമാണെന്നെന്തോ പറഞ്ഞിട്ട് നൈസായിട്ട് സ്കൂട്ടായി. രണ്ടാമത് പോലീസ് വിളിപ്പിച്ചപ്പോൾ മറുപടി ഒന്നും കിട്ടാത്തപ്പോൾ ഇയാൾ മിസ്സിങ് ആണെന്നുള്ള രീതിയിൽ ഒരു ലുക്കൗട്ട് നോട്ടീസ്. ശരിക്കും പറയാമെന്ന് വെച്ചാൽ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പിടിക്കാൻ മാത്രമുള്ള ഒരു പ്രതിയൊന്നല്ല ഈ തൊപ്പി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ നിഹാദ് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത്. അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെ പോലീസ്, നമ്മുടെ സിസ്റ്റം, ഇതിലാദ്യം ഈ കേസിനെ പറ്റി സംസാരിക്കുന്നതിൻ്റെ മുന്നേയും നമ്മൾ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു കേസിനെ പറ്റി മാത്രം പറയാതെ ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുവാണെങ്കിൽ, നമ്മളെ സിസ്റ്റം, നമ്മളെ സോ കോൾഡ് ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഒരാൾക്കെതിരെ ആരോപണം വന്നു, അല്ലെങ്കിൽ ഒരു കേസ് വന്നു, അല്ലെങ്കിൽ ഒരു സത്യമായൊരു കേസ് വന്നു. അപ്പോൾ ആ കേസ് വന്നു കഴിഞ്ഞാൽ ആരെയാണോ ആരോപിക്കുന്നത് അവരെ പോലീസ് കണ്ടെത്തി ഹാജരാക്കണം, അല്ലേ? അതാണ് രീതി. ഈ അടുത്തായിട്ട് അങ്ങനെ എല്ലാ കേസുകളിലല്ല, കുറച്ചധികം കേസുകളിൽ ആർക്കെതിരെയാണോ കേസ് വരുന്നത് ആ കേസ് അയാൾ അറിഞ്ഞ്, നാട്ടുകാർ മൊത്തം അറിഞ്ഞ്, അതിനുശേഷമാണ് പോലീസ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ അല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുക്കാനോ പോകുന്നത്. ആ കാരണം കൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഖാദർ കരിപ്പൊടിൻ്റെ ഒരു കേസ് നടക്കുന്നത് നമ്മൾ കണ്ടു. കാസർഗോഡ് ഒരു ഗൾഫിൽ നിന്ന് ദുബൈയിൽ നിന്നായിട്ട് എന്തോ ഒരു പൈസ മേടിച്ച ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കേസുണ്ട്. ഈ കേസിൽ ഖാദർ കരിപ്പൊടി ഒരാളെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഓക്കെ, ഇത് ഒരു വധശ്രമ കേസാണ്, വലിയ കേസാണ്. ആ ഒരു കേസ് വന്നു, വീഡിയോസിലെല്ലാം വന്നു. എന്നിട്ടാണ് പോലീസ് ഇവരെ തപ്പിയിട്ട് പോകുന്നത് പോലും. ഇയാളൊട്ട് കിട്ടാനുമില്ല, ഇയാൾ മുങ്ങി പോലും, ഇയാൾ ഒളിവിലാണെന്ന് പറയുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഒളിവിൽ, കിട്ടുന്നവരെ ഇയാൾ ഒളിവിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ നിഹാദ് തൊപ്പിൻ്റെ കേസിലുണ്ടാകുന്നത്. തൊപ്പിക്കെതിരെ ഒരു എലിഗേഷൻസ് വന്നു, ലൈവിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ന്യൂഡ് വീഡിയോസ് ഇട്ടതും, അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് തൊപ്പിയുടെ കൂട്ടാളികൾ തൊപ്പി പിന്നെ പല പോക്സോ ബന്ധപ്പെട്ട കേസുകളിലൊക്കെ അംഗം അങ്ങനെ ആയിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് തന്നെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുകയോ അവനെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ അനാൻ ഷാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യയെ പറ്റി എന്തോ മോശം പറഞ്ഞതിൻ്റെ പേരിൽ അനാൻ ഷാ പോയിട്ട് ആഭ്യന്തരമന്ത്രിക്ക് അപ്പീൽ കൊടുത്തിട്ട് ആഭ്യന്തരമന്ത്രി അത് കേസാക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തിട്ടാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. എന്തിൻ്റെ ആവശ്യം? ഒരു പബ്ലിക് ഇൻട്രസ്റ്റിൽ, പബ്ലിക് ഒപ്പീനിയനിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അന്വേഷിക്കാമല്ലോ. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, FIR ഇടണമെന്നില്ലല്ലോ. എല്ലാത്തിനും FIR ഇട്ട് ഒരാൾ ഞാൻ പോയി കേസ് കൊടുത്ത് അവനെതിരെ ഇങ്ങനെ കാര്യങ്ങൾ അവൻ ചെയ്തു എന്നുള്ളത് ഞാൻ തെളിവുകളും കൊണ്ടുപോയി കൊടുത്തിട്ട് FIR ഇടാൻ പോലീസ് വേണം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു പ്രിലിമിനറി അന്വേഷണം ഇട്ട് ഇങ്ങനെയൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, FIR ഇട്ട് സ്വമേധയാ കേസെടുക്കാമല്ലോ. പബ്ലിക് ന്യൂസൻസ് പരിപാടിയല്ലേ ഇവർ കാണിക്കുന്നത്. സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാലോ. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഒരു സോ കോൾഡ് സിസ്റ്റം പ്രോപ്പർ അല്ല എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. നമ്മുടെ സോ കോൾഡ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാനുമുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് വരുന്നുണ്ട്. ആ ഒരു സംഭവം നമ്മൾ സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള പുരോഗതിയിലേക്ക് നീങ്ങുന്ന, ദിനംപ്രതി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു പ്രവണത നമ്മളൊരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കേസുകൾ അപ്പം തന്നെ
പൊക്കുന്ന രീതിയിൽ, അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മാറിയാലേ അതൊരു ബെനിഫിറ്റഡ് ആയിട്ട് മാറുകയുള്ളൂ നമുക്ക്. അപ്പോൾ ഈ തൊപ്പിയുടെ കേസിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ആ വാർത്ത ഏറ്റവും കൂടുതൽ തൊപ്പിയുടെ വാർത്തകൾ സത്യസന്ധമായിട്ട് കൊടുക്കുന്നത് എപ്പോഴും സീക്രട്ട് ഏജൻറ്റാണ്. അപ്പോൾ ഏജൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓതൻറ്റിക് ബിരിയാണി എന്നൊക്കെ തലശ്ശേരി ഓതൻറ്റിക് കോഴിക്കോടൻ ബിരിയാണി, ഓതൻറ്റിക് തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഓതൻറ്റിക് തൊപ്പി ന്യൂസ് വേണമെങ്കിൽ നമ്മൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസ് കണ്ടാലേ മനസ്സിലാക്കിയാൽ മാത്രമേ അത് മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് ഇതിനെ ഒന്ന് കീറി ഒന്ന് പരിശോധിക്കാം. ഓക്കെ. MRC തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് ആദ്യം ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് തൊപ്പി മരണപ്പെട്ടു, തൊപ്പി ഒരു പുഴയിൽ ചാടി അങ്ങോട്ട് തീർന്നു. കുറച്ച് ചേട്ടന്മാര് ഒരു തോണിയിൽ തൊപ്പി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരാളെ വലിച്ച് കരയിലേക്ക് കയറ്റുന്ന ഒരു വിഷ്വല്. ഞാൻ ഇതാദ്യം എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയ സമയത്ത് തന്നെ ചോദിച്ചു, ഇത് എവിടുന്നാന്ന് ചോദിച്ചു. എനിക്ക് അയച്ചു തന്ന വ്യക്തിയോട്. അപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൂപ്പിലാണ് ചേട്ടാ ഞാനിത് കണ്ടത്. ഫോർവേഡ് മെനി എന്ന് പറഞ്ഞുള്ള ഒരു സാധനം അങ്ങനെ കാണുമല്ലോ നമുക്ക് വാട്സാപ്പിൽ. കുറെ ഫോർവേഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കാണും, കുറെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്ത് പോയാൽ. ഇപ്പൊ അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ അധികം ആവാനുള്ള സാധ്യതയുള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്കിത് ഒറ്റ നോട്ടത്തിൽ അതൊരു പക്ക ഐറ്റമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പിന്നെ ആകെയുള്ള ഒരു സോഴ്സ് മുനവറാണ്. മുനുവിനും തൊപ്പിയായിട്ട് നോ കണക്ഷൻസ്, നോ കോൾസ്, നത്തിങ്. മുനവറും എൻ്റെ തട്ടുകടയിൽ ജോലി ചെയ്യുന്നു, കാര്യങ്ങൾ നോക്കുന്നു, നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ മുനുവിനെ വിളിച്ചു. മുനു ഇതെന്താ സീന്? മുനു പറഞ്ഞു, ഫസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഈ കഥയെല്ലാം കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. അതായത് തൊപ്പിനെ, നിഹാദിനെ ഒറിജിനലായിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സീക്രട്ട് ഏജൻറ്റിനെ പോയിട്ട് ഒന്ന് കണ്ടാൽ മതി, പറഞ്ഞു തരും എങ്ങനെ പൊക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുനവർ, തൊപ്പിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള മുനവർ ഇപ്പം തട്ടുകട നടത്തുന്ന പറഞ്ഞത്, മുനവർ അറിയാണ്ട് തൊപ്പിയൊന്നും ഏടിയും പോകില്ല. ഏടിയുള്ള കറക്റ്റ് ലൊക്കേഷനൊക്കെ ഈ ഇവന് സായും സീക്രട്ട് ഏജൻറ്റിനും മുനവറും അറിയാണ്ട് എവിടെയും പോകില്ല. വളരെ എളുപ്പത്തിൽ പൊക്കാം. അപ്പോൾ ഇനി നമുക്ക് പൊക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇദ്ദേഹം വളരെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് അതിനെ പറ്റി ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഒരു സാധ്യതയില്ല സായി, ലൈക്ക് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല തൊപ്പി. ആൻഡ് നിഹാദ് അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം മുനവർ അറിയും. ഓക്കെ, അത് ഏതെങ്കിലും സോഴ്സിലൂടെ. ഇപ്പൊ അത് എങ്ങനെ പോയാലും ഇവിടുത്തെ പോലീസുകാരെങ്കിലും അല്ലെങ്കിൽ മീഡിയ എങ്കിലും ഇത് നടന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം അറിയാൻ പോകുന്നത് ഇവിടുത്തെ മീഡിയാസ് ആയിരിക്കും. കാരണം മീഡിയാസ് അത്രയും ഇവരുടെ പിന്നിലുണ്ട്. ഓക്കെ, അപ്പൊ അത് ഫേക്ക് ആവാനുള്ള ചാൻസ്. എൻ്റെ പൊന്ന് ബ്രോ, മീഡിയാസിൻ്റെ കാര്യമൊന്നും ഇവിടെ പറയല്ലേ. മീഡിയാസ് എന്ത് കണ്ടെത്തുന്ന പറയുന്നത്? മീഡിയാസ് ഓക്കെ, നമുക്കൊരു 50-50 ചാൻസേ പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറയട്ടെ, ഈ അബ്ദുൾ ഹക്കീം എൻ്റെ കേസിൽ മീഡിയാസ്, ഈവൻ റിപ്പോർട്ടർ TV-യിലെ മൊട്ട അടക്കം പറഞ്ഞത് എന്താ? അവൻ അറസ്റ്റിലായി, അവൻ തീർന്നു, അവനെ പിന്നെ മറ്റേ UAE-ലെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി, അവനെ ഇനി പുറലോകം കാണൂല, അവൻ തീർന്നു. അവനല്ലേ ഓൺലൈനിൽ കൂളായിട്ടുള്ളത്. എന്തോ അവൻ ചെയ്തത് കേസോ അല്ലെങ്കിൽ ഇല്ലതോ ഇല്ലാത്തോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ മീഡിയാസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ സോക്കോൾഡ് ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, മീഡിയ 1 ആയിക്കോട്ടെ, റിപ്പോർട്ടർ ആയിക്കോട്ടെ, ന്യൂസ് 18 ആയിക്കോട്ടെ, എല്ലാം പെയ്ഡ് ന്യൂസുകളാണ്, അല്ലെങ്കിൽ പകുതി വന്ന വാർത്തകളാണ്. ഹാഫ് ആയിട്ട് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് എന്ന് പറഞ്ഞ പോലെ പകുതി വന്നിട്ടുള്ള വാർത്തകളാണ്. ഗുണമുണ്ടാവും, പക്ഷേ ദോഷം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലത്തെ കേസ്. അതുകൊണ്ട് മീഡിയാസിനെ ഒന്നും അങ്ങനെ അങ്ങ് പുകഴ്ത്തി വിടല്ലേ മിസ്റ്റർ ഏജൻറ്റിനെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മീഡിയാസ് ഇവിടെ എന്ത് ഓതൻറ്റിസിറ്റി ഉള്ളത്? അതിൽ ഓതൻറ്റിസിറ്റി ഉള്ളത് നിങ്ങൾക്കല്ലേ? പറഞ്ഞോളൂ. പിന്നെ അങ്ങോട്ട് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഈ സാധനം കിട്ടുന്നു, മിനിഞ്ഞാന്ന് രാത്രി, ഇന്നലെയൊക്കെ ഹെവി ആയിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഇരുന്ന് ഫോർവേഡ് ചെയ്യായിരുന്നു എനിക്ക് ഈ സാധനങ്ങൾ. കുറെ പേരോട് ഞാൻ പറഞ്ഞു, എന്റെ വീഡിയോന്റെ ഇൻബോക്സിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, കമന്റ് ബോക്സിനകത്ത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ആകെ മൊത്തം
ഈ ഒരു പെർട്ടിക്കുലർ സംഗതി, അതായത് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കട്ടോ. അതായത് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞത്, പ്രശസ്ത യൂട്യൂബർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ അന്വേഷണം ആരംഭിച്ചു. പ്രശസ്ത ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ആകെ മൊത്തം ഈ ഒരു പെർട്ടിക്കുലർ സംഗതി, അതായത് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കട്ടോ. അതായത് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞത്, പ്രശസ്ത യൂട്യൂബർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ അന്വേഷണം ആരംഭിച്ചു. പ്രശസ്ത യൂട്യൂബർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പ്രാഥമിക റിപ്പോർട്ടുകൾ. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. ഇങ്ങനൊരു സാധനം ഇങ്ങനെ തൊപ്പിയുടെ ഫോട്ടോയും വെച്ച് ഒരു വീഡിയോ ഇങ്ങനെ ഫോർവേഡ് ആയി കളിക്കുക. അപ്പൊ അത് കംപ്ലീറ്റ്ലി ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് അവൻ നിയമത്തിന്റെ മുന്നിൽ വന്നിട്ട് അതിൻ്റെതായ തക്കതായ ശിക്ഷയും കാര്യങ്ങളും നിയമത്തിന് നേരിടട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യാജ വാർത്തകൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി പോവും. ആ സംഗതികളൊക്കെ സത്യം പറയാലോ, ഈ ആൾക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റിന് വളരെയധികം സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു കൊച്ചനിയനാണ് തൊപ്പി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഉള്ള കാര്യം ഉള്ള പോലെ പറയാലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കോടതിയുടെ മുന്നിൽ കീഴടങ്ങട്ടെ, അവന് ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കാം, നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ എല്ലാ എയുടെ മേത്തിട്ടിട്ടാണ് എല്ലാവരും രക്ഷപ്പെടുന്നത്. അതാണ് മെയിൻ. മമ്മൂന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 2 ദിവസം മമ്മൂനെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതും സംഭവിച്ചു. ഈ മമ്മൂന്റെ കേസിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോ മമ്മൂനെ കൊണ്ട് അതിലധികം കാര്യങ്ങൾ എൻ്റെ കയ്യിലുമുണ്ട്. ആദ്യം പറയട്ടെ, ഒരു ഫാദർ ഇല്ലാത്ത ഒരു പയ്യൻ, അവൾ പറയില്ലേ 16-കാരൻ പയ്യൻ എന്ന് പറഞ്ഞ പോലെ, ഇപ്പം 18-20 വയസ്സായിട്ടുണ്ടാവും. പക്ഷേ ഒരു ഫാദർ ഇല്ലാതെ വളർന്ന ഒരു പയ്യൻ, അതിൻ്റേതായ എല്ലാ തല്ലുകൊള്ളിത്തരവുമുള്ള ഒരു കൗമാരക്കാരൻ, ചെറിയ പയ്യൻ, അതാണ് മമ്മു. പിന്നെ ലൈസൻസ് ഇല്ലാത്ത വായ, അത് അടികൊള്ളാൻ വേറെ അടി മോണ്ടല്ലോ. വായിലെ പല്ലുകളുടെ എണ്ണം കുറയണമെങ്കിൽ ലൈസൻസ് ഇല്ലാതെ എന്തും വിളിച്ച് പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഡെൻറ്റിസ്റ്റ് ഒന്നും വേണ്ട, പല്ലുകൾ ഓരോന്നായിട്ട് കഴിഞ്ഞോളും. ഈ മമ്മു ആണ് ചാനലിൽ വന്നിരുന്നിട്ട് ഞാൻ കുളിസീന് കാണാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടെന്നും ഒരുപാട് പേരുടെ കുളിസീൻ ഞാൻ കണ്ടെന്നും പറഞ്ഞ് അത്രയും ബുദ്ധിയില്ലാത്തൊരു ചെറിയ പയ്യനാണ്, ഒരു ബുദ്ധിയില്ലാത്തവനാണ് ഈ മമ്മു. ഈ മമ്മു തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറിയിട്ട് പ്ലാറ്റ്ഫോമിൽ ടി ഏതോ ഒരു കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റൊന്നും ഇല്ലാതെ ഓടിക്കയറി ടി തല്ലു പിടിച്ച് ടിയുടെ മുമ്പ് പറയാം. ഇതിലും വലിയ കേസൊക്കെ നമ്മുടെ ബോസ് തൊപ്പി സോൾവ് ചെയ്യുന്നുണ്ട്. തൊപ്പിയുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് കൊക്ക വലിക്കുക, വള്ളി വലിക്കുക, ഇതൊക്കെയാണ് മമ്മൂൻ്റെ സ്ഥിരം പരിപാടി. അപ്പം അങ്ങനെ നമുക്ക് താറടിച്ച് പറയാൻ പറ്റില്ല, ഒരു ബുദ്ധിയില്ലാത്തൊരു പയ്യൻ, അത്രേ ഉള്ളൂ. എന്നാൽ അങ്ങനെ വലിയൊരു, ഇപ്പം നമ്മൾ പറയും തമ്മനം ഷാജി അല്ലെങ്കിൽ മറ്റേ എല്ലോഡിയൻ ഡേവിസ് എന്ന് പറഞ്ഞ പോലെ ഗുണ്ടയോ അല്ലെങ്കിൽ ആൾക്കാരെ പോയി കൊല്ലുന്നതാണെന്നല്ല, ഇതുപോലത്തെ ഒരു പബ്ലിക് ഒരു നോൺസെൻസാന്ന് പറയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ കാണണ്ടുള്ളൂ. ഇയാൾ പറയുന്നത് ഇപ്പോൾ ഡയലോഗെല്ലാം കേട്ടു തോന്നുന്നു, ഇവൻ ആരെയല്ലോ കൊന്നിട്ട് വന്നിട്ടുള്ളത്. കൊലപാതകൾ, ഒരുപാട് കൊലപാതകളും തട്ടിപ്പ് നടത്തിയവരും കള്ളന്മാരും ഇവിടെ ജീവിക്കുന്ന നാട്ടിൽ ഇതുപോലെ കുറച്ച് കുട്ടികൾ ഒക്കെ ഒരു നമ്മളൊരു ആ ഒരു രീതിയിൽ കാണണം അല്ലേ? ഒരാളൊരു അഭിപ്രായമല്ലേ, നോക്കാമോ? ഞാനിങ്ങനെ കുറച്ചിരുന്ന് ചിന്തിച്ചേ, ഇത് എന്റെ ചിന്ത മാത്രമായിരിക്കാം. ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ, അതായത് തൊപ്പി മരണപ്പെട്ടു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അത് വരണമെങ്കിൽ എന്ത് സോഴ്സാ? ഒന്നില്ലെങ്കിൽ തൊപ്പിയോട് ശത്രുത ഉള്ള ആരെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സോഴ്സേ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഉള്ളൊരു പോസിബിലിറ്റി എന്താ? ഞാൻ അതൊന്നല്ല എൻ്റെ സീക്രട്ട് ഏജൻറ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി പറയില്ല. ഫസ്റ്റത്തെ ചാൻസ് തൊപ്പി തന്നെ. ഫസ്റ്റത്തെ ചാൻസ് തൊപ്പി മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ശത്രുക്കളൊന്നുമല്ല. ശത്രുക്കൾക്ക് അവനെ കൊന്നിട്ടൊന്നുമല്ല, അവനെ പിടിച്ചു കൊടുക്കല്ലേ, അവനേടിയുള്ളത് പിടിച്ചു കൊടുക്കല്ലേ. ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അവൻ തന്നെ. നിയാദ് എന്ന് പറയുന്ന തൊപ്പിയുടെ അതിഭീകരമായിട്ടുള്ള കുരുട്ടുബുദ്ധിയുടെ ഭാഗമായിട്ട് ചെറിയൊരു സുകുമാരക്കുറുപ്പ്, നെക്സ്റ്റ് ദ അപ്കമിങ് ടെറർ അല്ലെങ്കിൽ അപ്കമിങ് ന്യൂ ജെൻസി സുകുമാരക്കുറുപ്പായി മാറാനുള്ള ഒരു ശ്രമമാണ് തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അത്രയേ ഉള്ളൂ. അതും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അതിനെ ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വാർത്ത കൊടുത്തു പോലും മരിച്ചു എന്ന് പറഞ്ഞോ, മരിച്ചു എന്ന് പറഞ്ഞ പേരിൽ കേസ് ഇല്ലാണ്ടാവില്ല, പോലീസ് പിടിക്കാൻ നിൽക്കല്ലേ. ശത്രുക്കളാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ പറയല്ലേ വേണ്ടത്, കണ്ട് ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലോ ചെയ്യാൻ. അങ്ങനെയാണ് നോർമലി നമ്മൾ കാണാറ്. തൊപ്പി തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു,
തനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇട്ടു, കള്ളപ്രചരണം നടത്തി, അലിഗേഷൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞ് തൊപ്പി കാരണം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ദാറ്റ് വാസ് ദ ലാസ്റ്റ് വീഡിയോ. ആ വീഡിയോനകത്ത് സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അതാണ് വിഷയം. ഇവർ പറയുന്നത് ഓഡിയോ ആണെങ്കിൽ വിഷയമില്ല, ഓഡിയോ എല്ലാം AI ആണ്, വീഡിയോ ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് ഓഡിയോ ആണെങ്കിൽ അത് AI ആവുമല്ലോ, വീഡിയോ ആണെങ്കിൽ അത് പിന്നെ ഒറിജിനലാണ്. അപ്പോൾ ഈ മരിച്ച വീഡിയോ ഒറിജിനൽ, അതായത് ഇവരിവിടെ പറഞ്ഞ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഈ ഓഡിയോ, എനിക്കെതിരെ വന്ന ഓഡിയോയും കളവാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി വക്കീലിനെ കൊണ്ടുവരും. ഇനിയിപ്പോൾ നരിമാൻ ഇറങ്ങും, സേതുരാമയ്യറിൽ നരിമാൻ ഇറങ്ങിയിട്ട് പറയും, ബഹുമാനപ്പെട്ട കോടതി ഈ പറഞ്ഞ പ്രൂഫെല്ലാം കളവാണ്, കാരണം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്, അതൊക്കെ ഫേക്കാണെന്ന് പറഞ്ഞിട്ട് അതും എല്ലാം ഫേക്കാണ്. ഇഫ് A is equal to B, B is equal to A എന്ന് പറഞ്ഞിട്ട് കേസ് ഇല്ലാണ്ടാക്കണം എന്നാണ് ഇവൻ്റെ ബുദ്ധി. അതാണ് ഇവൻ്റെ ഒരു ഐഡിയ ഇപ്പം വരുന്നത്. ഇതൊന്നും തിരിയുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്ന് ഇവരെ വിചാരം. നടക്കട്ടെ, നോക്കാം, പാടിക്കോ. ഓഡിയോ ഷെബീർ ഇട്ടത് എന്നുള്ളൊരു സാധനത്തിലേക്ക് ഈ കാര്യങ്ങൾ തൊപ്പി കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്ത സമയത്ത് ഞാനും അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ വിഷയത്തിൽ സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരെ പറ്റിക്കേണ്ട, ഏതാ അല്ലെങ്കിൽ സാമാന്യം മറ്റേ ഒറിജിനൽ ഏതാന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ആ എന്നുള്ള സാധനം ഇവൻ തന്നെ പൊട്ടിക്കണം, ഇവൻ തന്നെ അത് എന്ത് ചെയ്യണം, അല്ല എന്നുള്ളത് പറയണം. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമില്ല, ചുമ്മാ വന്നിട്ട് 2 കൊല്ലം മുന്നേ 1 കൊല്ലം മുന്നേ ഉള്ള പോലെ ആണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞത് പറയാൻ പറ്റില്ല. പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അവരുടെ ഒരു വോയിസോ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിനെ വെച്ചിട്ട് അത് ജനറേറ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ സിസ്റ്റത്തിന്. അപ്പൊ അങ്ങനത്തെ ഉടായ്പകളൊന്നും പറഞ്ഞു പോകാനും പറ്റില്ല. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇതിനി ഇവരുടെ തന്നെ ഈ തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ആ സർക്കിളിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് അത് 10 പേര് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിലൊരു വലിയ ഡിസ്കഷൻ വരുമ്പോൾ തൊപ്പിക്ക് ഒരു തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സാധനമായിട്ട് വരാം. കണ്ടോ, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളത് വിശ്വസിച്ചില്ലേ, ഇത് ആയിരുന്നു, അപ്പൊ നിങ്ങൾ മറ്റതും ആന്ന് വിശ്വസിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സാധനത്തിലേക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോവാം. അങ്ങനെ വേണമെങ്കിൽ ഈ സാധനം ചെയ്യാലോ. കാരണം ഇവരൊക്കെ ഏത് ക്രിമിനൽ മൈൻഡിലും ചിന്തിക്കുന്നവരാന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായതാണ്. ഏത് എക്സ്ട്രീം ലെവലിലും ഒരു ചിന്തിക്കും. മനസ്സിലായി? ഇവരെ നിലനിൽപ്പിനും ഇവരെ തിരിച്ചുവരവിനും വേണ്ടി ഏത് എക്സ്ട്രീം സാധനം വരെ വേണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വരെ ഈ സാധനം ഇട്ടിട്ട് എന്ത് ചെയ്യും. കണ്ടോ, ഇത് നിങ്ങളിപ്പോ എടുത്തിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ, നിങ്ങളിപ്പോ ഇത് വിശ്വസിച്ചില്ലേ, ഇപ്പൊ കണ്ടോ നിങ്ങൾ, ഇപ്പൊ ഇതിന്റെ പഴയതൊക്കെ അല്ലേ എന്നുള്ള ചോദ്യം വരെ ആണെങ്കിൽ എടുത്തു വെച്ച് വരാം. ചാൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യുവേ. അപ്പൊ എനിക്കിത് അങ്ങനെയും എന്റെ തോട്ട് അങ്ങനെയും പോയി അതിനിടയിൽ കൂടി. അപ്പൊ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് എന്റെ ഒരു തോട്ടാണ്. അത് എത്ര പേർക്ക് അത് അങ്ങനത്തെ ഒരു തോട്ട് പോകുന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അങ്ങനത്തെ ഒരു തോട്ട് ഇട്ടോ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ. ഇനി മമ്മൂന്റെ കേസിലേക്ക് വരാം. മോനെ, മമ്മു എന്ന് പറഞ്ഞ ആദ്യം മുതലേ പ്രശ്നമാണ്. മമ്മു അന്ന് മുതലേ നമ്മള് പേഴ്സണലി കാണുന്ന വ്യൂവേഴ്സ് എന്താ വിചാരിക്കുക, ഒന്നിലേ പൊട്ടം കളി, അല്ലെങ്കിൽ ബേസിക്കലി അങ്ങനെയാണ്, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ആകെ മൊത്തം അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ, ഒരു ജൂനിയർ തൊപ്പി ക്യാരക്ടറിലേക്ക് വരാൻ ഇവന് കാണിച്ചു കൂട്ടുന്ന പരിപാടി. പിന്നെ ഇതൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ മമ്മു തൊപ്പിയുടെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വേറെ കുറെ വ്ളോഗേഴ്സിന്റെ അടുത്ത് പോയിട്ട് മുട്ടി നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പേഴ്സണലി. കുറച്ച് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇതേപോലെ ഫേമസ് ആവാൻ പറ്റുമോ, വൈറലാവാൻ പറ്റുമോ എന്ന് വെച്ചാൽ പലരുടെയും വീട്ടിൽ കയറി ചെന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇവൻ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒന്നാവണം, അല്ലെങ്കിൽ 10 പേരെ മുന്നിൽ ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വൈറലാവണം, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു സെറ്റ്. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തി ഈ രീതിക്ക് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങൾ. എൻ്റെ സീക്രട്ട് ഏജന്റ് അങ്ങനെ പിള്ളേരെ ഒന്നും എഴുതി തള്ളാതെ സോഷ്യൽ മീഡിയയിൽ അവർ തിരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി എന്ന് പറയാം. അവരെടുത്ത റൂട്ട്, സ്ക്രിപ്റ്റഡ് റൂട്ട്, അത് തെറ്റാണ്. ആ ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അതിൽ അവർ പോകുന്ന വഴി വളരെ റോങ്ങാന്ന് നമുക്ക് പറയാം, അത് കറക്റ്റാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാന്നൊരു ചെറുപ്പക്കാരനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റൊന്നുമല്ല, അല്ലേ? ആദ്യം മുതലേ
അറിയാനോ എവിടെയാണ് എന്നത് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. വാർത്തകൾ എന്താ പറയുന്നത് നോക്കാം. ഈ പരാതി ലഭിച്ച സമയം മുതൽ തന്നെ ഈ തുപ്പി എന്ന് പറയുന്ന നിഹാദ് ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 10-ാം തീയതി രാത്രി നടത്തിയ ലൈവ് ഷോയിലാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവിലാണ് ഇത്തരത്തിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഉൾപ്പെടെ, ഓഡിയോ സന്ദേശം ഉൾപ്പെടെ മിസ്റ്റർ ഷബീർ അതിപ്പോ നമുക്ക് അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു നമ്മുടെ ഈ പറഞ്ഞില്ലേ ഏതൊരു പാട്ടുകാരന്റെ ഫ്രണ്ടിന്റെ ഭാര്യ അവിടെ കണ്ടപ്പോ അവളെ പറ്റി ഒരു എന്തോ ടോപ്പിക് സംസാരിച്ചു. അപ്പൊ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിന്റെ ബാക്കി പറയുന്ന ടോപ്പിക്കിൽ പറയുന്നുണ്ട് അവര്. ഈ വിഷയത്തില് തൊപ്പി എന്നെ ലാസ്റ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വേറൊരു പരാതി അങ്ങോട്ട് കൊടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടിരുന്നു. അതൊന്ന് കണ്ടോക്കാം. എന്നെ കുറിച്ച് ഒരു പെണ്ണേഴ്സ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുപോവാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പോ നോട്ടീസ് അയച്ചിട്ട് വന്നില്ല. ശാരീരിക പ്രശ്നങ്ങളാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇപ്പൊ ലുക്കൗട്ട് നോട്ടീസ് അടിച്ച് പുറത്തിറക്കേണ്ട ഒരു അവസ്ഥ. ആള് മിസ്സിങ്. കൊള്ള മക്കളെ. ഓക്കെ, അപ്പൊ അതൊരു സൈഡിൽ ഞാൻ ഇതാ പറഞ്ഞ സിസ്റ്റം ഫെയിലാണ് എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ വരാതിരിക്കാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ആളുകൾ ഇവൻ അന്ന് കാണിച്ചതിന്റെ കർമ്മയല്ല എന്ന് പറയാൻ പറ്റും. അത് നിർബന്ധമാണ്. സിസ്റ്റം ഫെയിലിയർ അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഇവനെയും പൊക്കണം, ഖാദർ പരിപാടിനെയും പൊക്കണം, ഹെലൻ ഓഫ് സ്പാട്ട് അത് കള്ളുപിടിച്ച് വണ്ടി ഓടിച്ചെന്ന് കണ്ടുപിടിച്ചില്ലേ അവരെയും പൊക്കണം. ഈ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു നിയമമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള എല്ലാ ആൻറ്റി സോഷ്യൽ എലിമെൻസിനെയും പൊക്കാൻ പറ്റും. ഇനി അവരെല്ലാം അതിൽ പങ്കാളികൾ, അവർ ഫ്രീ ആണ്, അവർ പിന്നെ അത്രയും നിരപരാധിയാണെങ്കിൽ അവർക്ക് തെളിയിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഏജന്റിന്റെ ഈ വീഡിയോ പോകുന്നത്. ഏജന്റിന്റെ വീഡിയോ അവസാനിക്കുന്നത് ഈ മമ്മൂന്റെ ഒരു ക്ലിപ്പ് ആയിട്ടുണ്ട്. അതും കൂടി കണ്ടിട്ട് ലാസ്റ്റ് പറയാം. പോലീസുകാർ മുഖം കാണിക്കാൻ ഫേമസ് ആവാൻ വേണ്ടി വരികയാണ് വെച്ചിട്ട് ആ ഓഫീസർ ഡ്യൂട്ടിയിൽ വെക്കുമ്പോ ഇമാതിരി കളിയാക്കലാണ് കളിയാക്കി വിട്ടുന്നത്. അതാക്കണി അന്നെ പിടിച്ചോണ്ടുള്ള ഫോട്ടോ ആണ്. സംഗതി നമുക്ക് കിട്ടും. ഇതിന് വലിയ നാറുണ്ടോ കുട്ടി ഉണ്ടോ? കർമ്മ അതാണ് സാധനം. അന്ന് എന്നെ ടിക്കറ്റ് എടുക്കാതെ അവിടെ കേറി അലമ്പാക്കി. അത് ഏജന്റ് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഒരു പോലീസുകാരൻ ഡ്യൂട്ടി ഇരിക്കുമ്പോൾ അയാളോട് ഇപ്പം വീഡിയോ എടുത്തിട്ട് ചോദിക്കുക, എൻ്റെ വീഡിയോയിൽ വന്ന് നിങ്ങൾ ഫേമസ് ആവും, അതുകൊണ്ട് നിങ്ങളെ ഫേസ് ഞാൻ കാണിക്കൂല, വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കാണിക്കാം. അത് ഈ പറഞ്ഞില്ലേ, വിവരക്കേട്, ബുദ്ധിയില്ലാത്ത ഒരു പയ്യന്റെ രോദനം. അതാണ് അതിന് പകരത്തിന് പകരം എന്നൊക്കെ പറഞ്ഞാല് അവരോട് തട്ടിക്കേറി ഓക്കെ എന്ന് പറയാം, അല്ലേ? പൊളിക്കും, പൊളിച്ചടുക്കുന്ന തൊപ്പി ഉണ്ടോ അന്വേഷിക്കാൻ. ഓടി ഓടി. ഇത് ഇയാളുടെ ഒരു രീതി എന്ന് പറഞ്ഞാല്, ഈ പറയുന്ന നമ്മുടെ ഏജന്റിന്റെ രീതി എന്ന് പറഞ്ഞാല്, ഏജന്റിന്റെ വീഡിയോ കണ്ട് നമുക്ക് ഡൗട്ടാവും, ഇവനിപ്പോ തൊപ്പിനെ വൈറ്റ് വാഷ് ചെയ്യുകയാണോ അതോ തൊപ്പിനെ പിടിക്കണം എന്നാണോ ഇവൻ പറയുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഡൗട്ടാവും. ആ രീതിയിലാണ് ഇവന്റെ സംസാരം. ചില ആംഗിൾ നോക്കുമ്പോൾ ഇവൻ തൊപ്പിനെ പിടിക്കണം എന്ന് പറയും, ചില ആംഗിൾ നോക്കുമ്പോൾ പറയും തൊപ്പി പാവമാണ്, തൊപ്പി ഒരു നിഷ്കളങ്കനാണെന്ന് പറയും. വേറൊരു ആംഗിൾ ഇവൻ പറയും മമ്മൂനെ അറസ്റ്റ് ചെയ്യേണ്ടത്, മമ്മുവാണ് ഇതിന്റെ പിന്നിൽ, പിന്നെ പറയും ഷമീറാണ് ഇതിന്റെ പിന്നിൽ. ഇവരൊരു ഗ്യാങ് അല്ലേ, ആ ഗ്യാങ്ങിന്റെ ഹെഡ് തൊപ്പിയല്ലേ, അപ്പൊ തൊപ്പിനെയാണ് ഫസ്റ്റ് പിടിക്കേണ്ടത്. അങ്ങനെ നിഷ്പക്ഷമായി പറഞ്ഞാൽ അതാണ് സംഭവം. ഈ സംഭവം തൊപ്പിയോട് അഗാധമായ സ്നേഹവും ഫ്രണ്ട്ഷിപ്പും ഒരു അനിയനെ പോലെയൊക്കെ ഇദ്ദേഹം കാണുന്നത്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എങ്ങനെ ഇരുന്നാലും നടക്കട്ടെ കാര്യങ്ങൾ. നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് അപ്കമിങ് ഡേയ്സിൽ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് വരുന്ന വീഡിയോസിൽ കാണാം. സോ ഓക്കെ ഗായ്സ്, ബൈ ഫോർ നൗ.